ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി കുക്കിങ്ങിലോട്ട് പോകാം. ഈ കറി കുക്കറിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായി ഞാൻ 1 കിലോ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായി കഴുകി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ പെരുംജീരകവും ഒരു ചെറിയ പീസ് പട്ടയും 1 തക്കോലവും കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും 3 ഏലക്കയും 4 ഗ്രാമ്പുവും കൂടി നന്നായി ഒന്ന് ക്രഷാക്കി എടുക്കാം. ഇതുപോലെയാണ് കിട്ടേണ്ടത്, ഫൈൻ പേസ്റ്റ് ആക്കേണ്ടതില്ല. ഇനി ഇതിൽ നിന്നും 1 സ്പൂൺ മസാല മിക്സ് ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ടാണ് ഞാനിതെടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടി ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ മിക്സിയുടെ ജാർ ചെറുതായത് കൊണ്ടാണ് ഞാനിങ്ങനെ 2-3 തവണയായി ചെയ്യുന്നത്. അല്പം വലിയ ജാറാണെങ്കിൽ എല്ലാം ഒന്നിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഇതേ ജാറിൽ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും 2 പച്ചമുളകും 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം. ഇനി എല്ലാ മസാലയും ഇതുപോലെയൊന്ന് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ആദ്യം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുത്ത് ഇതിലെ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു കണക്കിലാണ് ഇപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് മസാലയൊക്കെ ബീഫിൽ പിടിച്ചു വരുന്നത് വരെ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി അല്പം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതല്പം ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 5 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ 5 വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുന്നുണ്ട്. ഇതുപോലെ നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടിയാണ് ബീഫ് വെന്ത് വന്നിട്ടുള്ളത്. ഈ സമയം നല്ലൊരു കൊതിപ്പിക്കുന്ന മണമൊക്കെ വരുന്നുണ്ട്. ബീഫ് കറി ഇഷ്ടപ്പെടുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ബീഫ് കറിയാണിത്. ഇനി ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച 1 സ്പൂൺ മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഇനി അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ബീഫ് കറിയിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി കുക്കർ ബീഫ് കറി റെഡിയായി. നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.